പശ്ചിമേഷ്യയെ മാത്രമല്ല ലോകത്തെ മുഴുവൻ ബുദ്ധിമുട്ടിലാക്കുന്ന നടപടിയാണ് ഹോർമുസിലെ അമേരിക്കൻ നാവിക ഉപരോധം. കഴിഞ്ഞ ദശകങ്ങൾക്കിടയിൽ ലോകം കണ്ടിട്ടില്ലാത്ത സമാനതകളില്ലാത്ത ഒന്നാണിതെന്ന് പറഞ്ഞാലും അത്ഭുതപ്പെടാനില്ല. ഇന്നലെ ഇന്ത്യൻ സമയം രാത്രി 7:30 മുതലാണ് ഹോർമുസ് കടലിടുക്കിന്റെ നിയന്ത്രണം പിടിച്ചെടുക്കാൻ ലക്ഷ്യമിട്ട് ഇറാന്റെ തീരപ്രദേശത്ത് യുഎസിന്റെ ഔദ്യോഗിക ഉപരോധം പ്രാബല്യത്തിൽ വന്നത്. ഹോർമുസ് വഴി ഇറാനിലെ തുറമുഖങ്ങളിൽ നിന്ന് വരികയോ പോവുകയോ ചെയ്യുന്ന എല്ലാ കപ്പലുകളെയും ഇറാന്റെയും വിദേശ രാജ്യങ്ങളുടെയും അടക്കം യുഎസ് നേവി തടയും എന്നാണ് ഉപരോധത്തിൽ. അതേസമയം യുഎസിന്റെ ഭീഷണികൾക്ക് വഴങ്ങില്ല എന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകി രംഗത്ത് വന്നിട്ടുമുണ്ട്. പാകിസ്ഥാന്റെ മധ്യസ്ഥതയിൽ നടന്ന ഇറാൻ യുഎസ് ചർച്ചകൾ പരാജയപ്പെട്ടതിന് പിന്നാലെയാണ് ഹോർമുസ് ഉപരോധിക്കാനുള്ള നീക്കം അമേരിക്ക പ്രഖ്യാപിച്ചത്. ഫെബ്രുവരി 28-ന് യുഎസും ഇസ്രയേലും തുടക്കമിട്ട യുദ്ധം അവസാനിപ്പിക്കുന്നതിനായി യുഎസ് വൈസ് പ്രസിഡന്റ് ജെഡി വാൻസിന്റെ നേതൃത്വത്തിലാണ് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചിയുമായും സ്പീക്കറുമായും ചർച്ച നടത്തിയത്. എന്നാൽ ചർച്ച അലസിപ്പിരിയുകയായിരുന്നു. അതേസമയം ഹോർമുസിലെ സൈനിക നടപടി എങ്ങനെ പ്രായോഗികമായി നടപ്പിലാക്കുമെന്നതിനെക്കുറിച്ച് പെന്റഗൺ വ്യക്തമായ വിവരങ്ങൾ പുറത്തുവിട്ടിട്ടില്ല എങ്കിലും മിഡിൽ ഈസ്റ്റിലെ മുൻകാല സൈനിക നീക്കങ്ങൾ ഇതിന്റെ ഒരു ഏകദേശ രൂപം ഇപ്പോൾ നൽകുന്നുണ്ട്. യുഎസ് നാവികസേനയുടെ 2022 നേവൽ ഓപ്പറേഷൻസ് നിയമ പുസ്തകത്തിലാണ് നാവിക ഉപരോധത്തെക്കുറിച്ച് പറയുന്നത്. അതനുസരിച്ച് ശത്രു രാജ്യത്തിന്റെ നിയന്ത്രണത്തിലോ അവരുടെ കൈവശമോ ഉള്ള തുറമുഖങ്ങൾ, വ്യോമതാവളങ്ങൾ, തീരപ്രദേശങ്ങൾ എന്നിവയിലേക്ക് പ്രവേശിക്കുന്നതിൽ നിന്നും അവിടെ നിന്ന് പുറത്ത് കടക്കുന്നതിൽ നിന്നും കപ്പലുകളെയും വിമാനങ്ങളെയും രാജ്യഭേദമനെ തടയുന്ന നടപടിയാണ് ബ്ലോക്കേഡ് അഥവാ ഉപരോധം എന്ന് പറയുന്നത്. വ്യാപാര കപ്പലുകളുടെ നീക്കം നിരീക്ഷിക്കുന്നതിലും അവയുടെ നിയന്ത്രണം ഏറ്റെടുക്കുന്നതിലും അമേരിക്കൻ നാവികസേനയ്ക്ക് വലിയൊരു ചരിത്രമുണ്ട്. അതിവിടെ വിസ്മരിക്കാനും നമുക്ക് സാധിക്കില്ല. പക്ഷേ മുൻകാലത്തെ പോലെ ആകില്ല ഇറാനെതിരായ നീക്കം എന്നതാണ് വിദഗ്ധർ പറയുന്നത്. ഇറാന്റെ നീണ്ട തീരപ്രദേശം നിരീക്ഷിക്കാൻ റഡാർ സംവിധാനങ്ങളുള്ള യുദ്ധ കപ്പലുകൾ വേണം. ഇതിന് പകരമായി നിരീക്ഷണ ഡ്രോണുകൾ ഉപയോഗിച്ച് തുറമുഖങ്ങളെ നിരീക്ഷിക്കുകയും ഹോർമുസ് കടലിടുക്കിന്റെ ഇരുവശങ്ങളിലും യുദ്ധക്കപ്പലുകളെ വിന്യസിച്ച് സംശയാസ്പദമായ കപ്പലുകളിൽ പരിശോധന നടത്തുകയും ചെയ്യുന്ന രീതിയാകാം അമേരിക്ക സ്വീകരിക്കുക. സംശയം തോന്നുന്ന കപ്പലുകളെ റേഡിയോ വഴി ബന്ധപ്പെടുകയും ലക്ഷ്യസ്ഥാനം, ചരക്ക്, ജീവനക്കാരുടെ എണ്ണം തുടങ്ങിയ വിവരങ്ങൾ ആരായും. തുടർന്ന് കപ്പലിൽ കയറി പരിശോധന നടത്താൻ അനുമതി തേടും. കപ്പലുകൾ സഹകരിക്കുകയാണെങ്കിൽ പരിശോധന എളുപ്പമായിരിക്കും. എന്നാൽ കപ്പലുകൾ റേഡിയോ സന്ദേശങ്ങൾ അവഗണിക്കുകയും രക്ഷപ്പെടാൻ ശ്രമിക്കുകയും ചെയ്താൽ കാര്യങ്ങൾ സങ്കീർണമാകും എന്നതാണ് കടലിടുക്കിലെ പ്രധാന പ്രശ്നവും. കപ്പലുകൾ സഹകരിക്കാത്ത സാഹചര്യത്തിൽ കമാൻഡോകൾക്ക് മോട്ടോർ ബോട്ടുകൾ ഉപയോഗിച്ചോ ഹെലികോപ്റ്ററിൽ നിന്ന് താഴേക്കിറങ്ങിയോ കപ്പലുകളെ നിയന്ത്രണം ഏറ്റെടുക്കാം. രാത്രികാലങ്ങളിൽ ഇത്തരം നീക്കങ്ങൾ അപകടം വിളിച്ചു വരുത്തുകയും ചെയ്യും. മുൻപ് വെനസ്വേലൻ എണ്ണയുമായി പോയ ടാങ്കറുകളിൽ ഇത്തരത്തിൽ യുഎസ് മറീനുകൾ പരിശോധന നടത്തിയിട്ടുണ്ട്. എന്നാൽ ഇത്തരം കപ്പലുകൾ പിടിച്ചെടുത്ത് സൂക്ഷിക്കുന്നത് അമേരിക്കയ്ക്ക് വലിയ സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കുന്നുണ്ട് എന്നത് മറ്റൊരു വസ്തുത. ഈ കാര്യങ്ങളിൽ അമേരിക്കയ്ക്ക് വലിയൊരു സങ്കീർണ ചരിത്രം പറയാനുണ്ട്. പേർഷ്യൻ ഗൾഫിൽ ഇത്തരം നീക്കങ്ങൾ നടത്തി അമേരിക്കയ്ക്ക് ദശാബ്ദങ്ങളുടെ പരിചയമുണ്ട്. 1991 ഗൾഫ് യുദ്ധത്തിന് ശേഷം UN ഏർപ്പെടുത്തിയ ഓയിൽ ഫോർ ഫുഡ് പദ്ധതിയുടെ ഭാഗമായി ഇറാഖി എണ്ണ കടത്തുന്നത് തടയാൻ നാവികസേന പതിവായി പരിശോധനകൾ നടത്തിയിരുന്നു. അന്ന് പിടിച്ചെടുക്കുന്ന കപ്പലുകളെ ഗൾഫിലെ പ്രത്യേക മേഖലകളിൽ നങ്കൂരമിടിയിക്കുകയും പിന്നീട് ലേലം ചെയ്യുകയും ചെയ്യുന്ന രീതിയായിരുന്നു നിലവിലുണ്ടായിരുന്നത്. ഇത്രയും വലിയ തോതിലുള്ള ഒരു ഉപരോധം അമേരിക്ക അവസാനമായി നടത്തിയത് 1962 ക്യൂബൻ മിസൈൽ പ്രതിസന്ധിയുടെ കാലത്തായിരുന്നു. അന്ന് ക്വാറന്റൈൻ എന്നാണ് ഇതിനെ വിശേഷിപ്പിച്ചിരുന്നത്. അന്താരാഷ്ട്ര നിയമപ്രകാരം ഒരു രാജ്യത്തിന് മേൽ നാവിക ഉപരോധം ഏർപ്പെടുത്തുന്നത് യുദ്ധപ്രഖ്യാപനത്തിന് തുല്യമായാണ് കണക്കാക്കപ്പെടുന്നത്. സമീപകാലത്ത് വെനസ്വേലയ്ക്കും ക്യൂബയ്ക്കുമെതിരെ സമാനമായ നിയന്ത്രണങ്ങൾ ട്രംപ് ഭരണകൂടം ഏർപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും ഇറാന്റെ കാര്യത്തിൽ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്ന ഉപരോധം അതിന്റെ വ്യാപ്തി കൊണ്ട് തികച്ചും വ്യത്യസ്തമാണ് എന്നതാണ് പ്രധാനം. എന്തായാലും ഹോർമുസിന് ഉപരോധം പ്രഖ്യാപിച്ചതിന് പിന്നാലെ F-35 യുദ്ധവിമാനങ്ങളും നുഴഞ്ഞുകയറി ആക്രമണം നടത്താൻ പര്യാപ്തമായ MV-22 ഓസ്പ്രേ വിമാനങ്ങളും ഹോർമുസിന് സമീപം വിന്യസിച്ചിരിക്കുകയാണ് ഡൊണാൾഡ് ട്രംപ്. ഇവയ്ക്കു പുറമെ അമേരിക്കയുടെ 15 യുദ്ധ കപ്പലുകളും ഹോർമുസിനടുത്തായി നിലയുറപ്പിച്ചിട്ടുണ്ട്. ഹോർമുസിലേക്ക് വരുന്നതും പോകുന്നതുമായ കപ്പലുകളെ തടയുമെന്നാണ് അമേരിക്കൻ സൈന്യത്തിന്റെ പ്രഖ്യാപനം. അങ്ങനെയെങ്കിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത തിരിച്ചടി നേരിടുമെന്ന് ഇറാനും വ്യക്തമാക്കിയിട്ടുണ്ട്. ഉപരോധം ചെറുക്കാൻ ശ്രമിക്കുന്ന ഇറാന്റെ കപ്പലുകളെ നശിപ്പിച്ചു കളയുമെന്നാണ് ട്രംപിന്റെ ഭീഷണി. ഇറാന്റെ നാവികസേനയെ US നേരത്തെ തന്നെ തകർത്തതാണെന്നും നിലവിലെ US നടപടി നേരിടാൻ അവർക്ക് കഴിയില്ല എന്നുമാണ് ട്രംപ് അവകാശപ്പെടുന്നത്.
എന്തായാലും പശ്ചിമേഷ്യയിലെ ഈ അടിയന്തര സാഹചര്യങ്ങൾ എങ്ങനെയാണ് ലോകരാജ്യങ്ങളെ സാമ്പത്തികമായി ആക്രമിക്കുന്നത് എന്ന് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടി വരും.